ഗൈസ്, നല്ല വെയിൽ. പിന്നെ ഒരു മജ്ബൂസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ആട് മജ്ബൂസ്. അപ്പോൾ അതിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിന് ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാം. അപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവുള്ളൂ, പഠിക്കാനുള്ള താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ ആട് നല്ലോണം കഴുകിയിട്ട് വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചാൽ വെച്ചു. അപ്പോൾ അത് കണ്ടോളി. അപ്പോൾ അതിൻ്റെ മേലെ കച്ചറ ഇങ്ങനെ വരും, അത് കോരി ഒഴിവാക്കുക. ശ്രദ്ധിക്ക്, ഇതേമാതിരി കച്ചറ ഉണ്ടാവും. തിളക്കണതിനനുസരിച്ച് ഈ കച്ചറ കോരിയിട്ട് മുക്കി ഒഴിവാക്കുക. ഗൈസ്, മനസ്സിലായില്ലേ? അപ്പോൾ ക്ലിയറായിട്ട് ഈ കച്ചറ ആട് തിളക്കുമ്പോൾ ആടിൻ്റെ ബാലൻസ് എന്തെങ്കിലും കച്ചറ, ചോര, ബ്ലഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മുക്കി ഒഴിവാക്കണം. കറക്റ്റ് ചെയ്തിട്ട് ക്ലിയർ ചെയ്തിട്ട് ഒഴിവാക്കിയതിന് ശേഷം ഇതാ നല്ലോണം ക്ലിയർ ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ ഇതിപ്പോൾ ഒരു 3 കിലോ ആടാണുള്ളത്. ഓക്കെ, അതിന് കച്ചറ നല്ലോണം ക്ലിയർ ചെയ്തിട്ട് ഒഴിവാക്കുക. ഇപ്പോൾ ഞാൻ തിളപ്പിച്ചാൽ വെച്ചതാണ്. ഒരു 15 മിനിറ്റ് കൊണ്ട് തിളച്ചിട്ട് ശരിക്ക് കച്ചറ എല്ലാം പൊന്തും. ഓക്കെ, ക്ലിയർ. അതിന് ശേഷം ഇതാ ഉണങ്ങിയ നാരങ്ങ ഒരു 6 എണ്ണം. ഓക്കെ, ഒരു 3 പട്ടൻ്റെ കഷ്ണം, ഒരു 5 ഇല, ഒരു 12-14 ഉള്ളി ഇതേമാതിരി കട്ട് ചെയ്തിട്ട് കച്ചറ കോരി ക്ലിയറാക്കിയ ഇതിലേക്ക് ഇടുക. ഓക്കെ, ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഗൈസ്, ഇതൊരു പ്രത്യേകതരം മജ്ബൂസാണ്. കാരണം ഇതിൻ്റെ വെള്ള മജ്ബൂസ് എന്നാണ് പറയുക. വെള്ളയാവില്ല, അത് തിളച്ച് വരുമ്പോൾ ചെറുതായിട്ടൊരു കളർ ചേഞ്ച് വരും. കൂടുതൽ മസാലകളൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഇതിനി അങ്ങനെ ഒരു മണിക്കൂർ ഇങ്ങനെ തിളപ്പിക്കും. 1 മണിക്കൂർ. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മൾ ആട് ഉള്ളി, നാരങ്ങ, പട്ട, ഇല, അതൊക്കെ മരുന്നിൻ്റെ ഇല, അതെല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ട് നല്ലോണം 1 മണിക്കൂർ തിളക്കാൻ വേണ്ടി വെച്ചിരിക്കണം. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അരി കഴുകി വെക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഇന്ന് ഉപയോഗിക്കുന്ന അരി ഏതാ വെച്ചാൽ ഈ അരിയാണ്, ഗോൾഡൻ പാർബോയിൽഡ് അല്ലേ. അപ്പോൾ ഈ അരി വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അരി കഴുകി വെക്കാം. അരി കഴുകുക. ഓക്കെ, നല്ല രീതിയിൽ അരി എന്ത് ചെയ്യുക, ഉഷാറായിട്ട് കഴുകണം. നല്ല കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് 2 കിലോ അരിയാണ് പൊടിച്ചെടുക്കാൻ വേണ്ടത്. അരി വേഗെടുത്തിട്ട് ഈ അരി ആയതുകൊണ്ട് ഒരു 1 മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ടാൽ ഇവർക്ക് പുതിയതായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഈ അരി. ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ അരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ബസുമതി ഇന്ത്യ ഗേറ്റ് ഇതുണ്ട്. ഈ അരി നല്ലോണം കഴുകണം. നല്ല രീതിയിൽ ഇതിൽ പൗഡറുണ്ട്. എല്ലാം ഇതേമാതിരി കഴുകി വൃത്തിയാക്കി ഉണ്ടാകും. നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വെക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ അരി കഴുകിയിട്ട് വരാം. അപ്പോൾ അരി കഴുകി വെച്ചു. വേണ്ട, നല്ല വൃത്തിയായിട്ട് നല്ല തെളിഞ്ഞ വെള്ളമായില്ലേ. ഓക്കെ, 1 മണിക്കൂർ റെസ്റ്റിന് വെക്കാം. പണി വെയിലത്താണ് ഗൈസ്. അപ്പോൾ
തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ആട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ചേർക്കാം. ഒരു മാഗി കട്ടട 2 എണ്ണം, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇതാ ഒരു 2.5 ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഒരു 3 സ്പൂണ്. ഓക്കെ, 3 സ്പൂൺ ഇട്ട് കൊടുക്കാം. അതോടെ കിടന്ന് തിളക്കട്ടെ. ഓക്കെ, അതുവരെ നമുക്ക് കുറച്ച് നേരം മൂടി വെക്കാം. മൂടി വെച്ചിട്ട് വേവിച്ചാൽ വെള്ളം പെട്ടെന്ന് വറ്റില്ല. ഉള്ളിയൊക്കെ നല്ലോണം മെൽറ്റായിട്ട് ഇനി ഇഞ്ചിയും വെളുത്തുള്ളി അതേമാതിരി നല്ലോണം വേവട്ടെ. ഓക്കെ, ഇതിൽ കൂടുതൽ മസാലകളൊന്നുമില്ല, എണ്ണയില്ല. കൂടുതൽ ഈ ആടിൻ്റെ നെയ്യിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ ആടുമ്മ ഇല്ല നെയ്യിൽ, അതുകൊണ്ട് വളരെ ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും പറ്റുന്ന പോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ മസാല ഇടുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ഒന്ന് വേവട്ടെ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ശരിക്കൊന്ന് ഇളക്കിയിട്ട് ഇത് കണ്ടോ, കളർ ചെറുതായിട്ടൊന്ന് മാറിയില്ല. മാഗി ഇട്ട് കൊടുത്തതും പിന്നെ ഇതിൻ്റെ നെയ്യൊക്കെ ഇങ്ങനെ ആടിൻ്റെ നെയ്യ് കാണുന്നുണ്ടോയെന്ന് അറിയില്ല ഗൈസ്, വെയിലായതുകൊണ്ട് പുറത്തേക്ക് ഇങ്ങനെ പൊന്തി വരുന്നുണ്ടോ, ആടിൻ്റെ നെയ്യാണത്. ഞാൻ നെയ്യൊന്നുമില്ല, ഉപ്പ് ചേർത്തിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, ഇതൊരു 1.5 മണിക്കൂർ ഇങ്ങനെ വെന്ത് കഴിഞ്ഞ് ഒരു 1.25-2 മണിക്കൂർ കൊണ്ട് ഇത് റെഡിയാവും. അതായത് ചോറ് റെഡിയാവും. ഓക്കെ, അപ്പോൾ അടച്ച് വെച്ചിട്ട് ഞാൻ തണുപ്പിലേക്ക് പോവുകയാണ്. ഓക്കെ ഗൈസ്, നല്ല ചൂടാണ് ഗൈസ്. ഇങ്ങനെയൊക്കെയാണ് ഓരോ വീഡിയോസ് വരുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പുതിയ പുതിയ അപ്ഡേഷനുകൾ നിങ്ങളിലേക്ക് വരാൻ നിങ്ങൾ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്തിയിട്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ഒരുപാട് വരാനുണ്ട്. ആ സപ്പോർട്ട് എനിക്ക് ഒരുപാട് വിലപ്പെട്ടതാണ് ഗൈസ്. ഓക്കെ, ഇതാണ് കിച്ചണ്. പക്ഷെ ഇവിടെ അതിനുള്ള സൗകര്യമില്ല, അതുകൊണ്ട് പുറത്ത് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇപ്പോൾ തായ്ഫിൽ വന്നതാണ് ഒരു 3 മാസത്തിന്. അപ്പോൾ അടുത്ത 15-ാം തീയതി ആയിട്ട് തിരിച്ചു പോകും ഗൈസ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എടുക്കുന്ന കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഓക്കെ, വെയിറ്റ്. അപ്പോൾ നല്ല രീതിയിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് തുറന്നു നോക്കാം. തിളച്ചത് ഇത് ചെറിയ ആടാണ്, അപ്പോൾ ഒരു 1.5 മണിക്കൂർ കൊണ്ടാവും. ആട് മൂപ്പുണ്ടോ, ആടിന് പിന്നെ പ്രായക്കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സമയം കൂടുതൽ വെച്ചാൽ നല്ല രീതിയിൽ വെന്ത് കിട്ടണം. ഒന്ന് അടച്ച് വെച്ചിട്ട് വീണ്ടും വേവിക്കാം. 1 മണിക്കൂറായി, 1.5 മണിക്കൂർ കൂടി വേവട്ടെ. ഓക്കെ ഗൈസ്, നല്ല രീതിയിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആട് 1 മണിക്കൂറായി. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് കുറച്ച് ഉപ്പും ഗരം മസാല ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു ഉപ്പ് കാണുന്നുണ്ടോയെന്ന് അറിയില്ല വെയിൽ, അതുകൊണ്ട് ഒരു 2 സ്പൂൺ ഉപ്പും 1 സ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാണ്. ബാക്കി കുറച്ച് മസാല, അറബി മസാല, അതായത് ലോക്കൽ മസാല ഉണ്ട്, ഇമറാത്തി മസാല, അതും കുരുമുളകും പൊടിയാണ് ചേർക്കാവുള്ളൂ. വേറെ മസാലകളൊന്നും ഇല്ല ഇതിൽ ഗൈസ്. ഓക്കെ, അപ്പോൾ അത് ആഡ് ചെയ്യാം. അപ്പോൾ അത് ആഡ് ചെയ്തിട്ടൊന്നിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആടിൻ്റെ ഇറച്ചിയിലേക്ക് ഈ ഗരം മസാല ഉപ്പൊക്കെ ഒന്ന് കയറുമ്പോൾ അതിനുള്ള മസാലകളൊക്കെ ആയി വരും. പിന്നെ പ്രത്യേകിച്ച് കൂടുതൽ മസാലകളൊന്നും ചേർക്കുന്നില്ല. ലോക്കൽ മസാലയാണ് ചേർക്കണുള്ളൂ. അത് ഞാനൊരു ചെറിയൊരു വീഡിയോ മസാല ഉണ്ടാക്കിയ ഒരു വീഡിയോ അവിടെ ഉണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ അതെല്ലാവരും ഒന്ന് പോയി കാണാം. ഓക്കെ.
അതിന് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റൊക്കെ വന്നാൽ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരാം. എടുക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ മസാല ഇടാം. ഇത് പിന്നെ ലോക്കൽ മസാലയാണ്. ഇതൊരു 2.5 സ്പൂണ്, 1 സ്പൂണിൻ്റെ അടുത്ത് കുരുമുളകും പൊടി. അപ്പോൾ ഇത് ആഡ് ചെയ്യാം നമുക്ക്. നല്ല രീതിയിൽ നെയ്യൊക്കെ ഇറങ്ങി തിളക്കുന്നുണ്ട്, ഉണ്ടല്ലേ? മസാല 2.5 സ്പൂണ് ലോക്കൽ അറബിക് മസാല, 1 സ്പൂണ് കുരുമുളകും പൊടി, അത് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിതിൻ്റെ ഇല, പട്ട അതൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ടോ, അതൊക്കെ ഇനി ആവശ്യമല്ല. അതിൻ്റെ ഉപകാരം നമുക്ക് കിട്ടി. നല്ല മണം വരുന്നുണ്ട്. ഈ പട്ടയും കിട്ടിയൊന്നും വേണ്ട ഗൈസ്. അതിന് നമ്മൾ വില കുറച്ച് കാണില്ല, വട്ടൻ്റെ ഉപകാരം നമുക്ക് കിട്ടി. പിന്നെ അതതിൽ കിടക്കുമ്പോൾ കഴിക്കുമ്പോൾ അത് കിട്ടുമ്പോൾ ഒരു ഇതുണ്ടാവില്ലല്ലോ. അപ്പോൾ ഒന്നുകൂടി മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ. ഓക്കെ, അപ്പോൾ പിന്നെ ഗൈസ് നല്ല രീതിയിൽ ഇറച്ചിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. വേറിടുന്ന മാതിരി നല്ല രീതിയിൽ 1.5 മണിക്കൂർ കൊണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ അരിയിടാം. ഇറച്ചി ഒന്ന് കോരി വെച്ച അരി ഒന്ന് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മേലെ നമുക്ക് ആഡ് ചെയ്യാം. ഇത് അരിയിട്ട് കഴിഞ്ഞാൽ ഇളക്കാൻ ഇതിനൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും. ഇല്ല, നല്ല വെന്ത് വേറിട്ടുന്ന മാതിരി ആയിട്ടുണ്ട്, കണ്ടാ? ഇപ്പോൾ അരി ഇടാം. അരിട്ടേക്ക് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് ചേർക്കണം. അരി ചേർത്ത് കഴിഞ്ഞിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ നല്ലോണം വെന്ത് ഉടഞ്ഞ് ഉണ്ട്. നാരങ്ങയൊക്കെ ഉടഞ്ഞ് പുളിയൊക്കെ ശരിക്ക് ചോറ്റിക്ക് ഇറങ്ങിയിട്ടുണ്ട്. നല്ല ചൂട്, പുറത്തേക്ക് നോക്കി. വെള്ളം വറ്റി വന്നു. ദമ്മിടാൻ പോകുന്നു. ദമ്മ് ഇടാം. വെള്ളമൊക്കെ വറ്റി വന്നപ്പോൾ ബാക്കിയുള്ള ഇറച്ചി കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. നമുക്ക് ദമ്മിടാം. ഓക്കെ, ഇതിനങ്ങോട്ട് കവർ ചെയ്തിട്ട്
അടപ്പ് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 20-25 മിനിറ്റ് വരെ കിടക്കട്ടെ. അതിനൊക്കെ ശരിയാവും ഇൻഷാ അല്ലാഹ്. അപ്പത്തിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചെറിയ സലാഡ് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സലാഡ് ഉണ്ടാക്കാം. സലാഡ് ഓക്കെ. പിന്നെ വേണ്ടത് അമേരിക്കൻ അല്ല കസ് സാദാ, ഒരു തക്കാളി, 2 കിയാറ്, 1 ക്യാരറ്റ്, 1/2 ക്യാപ്സിക്കം, 1/2 നാരങ്ങ. ഓക്കെ, ഇതേമാതിരി ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, എല്ലാം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ സലാഡ്ക്കുള്ള മിക്സിംഗ് ആണ്. നാരങ്ങ അരമുറി പിഴിഞ്ഞു, ഇത് സുമാക്ക്, സാൾട്ട്, വെർജിൻ ഒലിവ് ഓയിൽ, ഇതിൻ്റെ ഉള്ളിൽ ചാട്ട് മസാലയാണ് മിക്സഡ്, ബ്ലാക്ക് ഒലീവ്, റെഡ് ഒലീവ്, ഗ്രീൻ ഒലീവ്, ഇത് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സലാഡ് മിക്സ് ചെയ്ത് നാരങ്ങ, ഉപ്പ്, ഒലിവ് ഓയിലും കൂട്ടി മിക്സ് ചെയ്തിട്ട് പാത്രത്തിലേക്ക് മാറ്റി ഇതുമായി സർവ് ചെയ്തു. ഇനി ഇതിൻ്റെ മേലെ ഗാർണിഷ് ചെയ്യാം. ഒലിവ് ഇത് 2 മേലിട്ടിട്ട് ഈ സുമാക്കർ കമ്പം മേലെ ആഡ് ചെയ്യാം.